ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് ദിനത്തെ കഥയാണ്. അവിടുത്തെ കാഴ്ചകളും വീഡിയോകളും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, ആയോ? 2025 ക്രിസ്മസ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വെക്കായിരുന്നു, റിജോയ്സേൻ്റെയും നിമി ചേച്ചിയുടെയും വീട്ടിലേക്ക്. അപ്പോൾ അവിടെ പോകാനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങളെല്ലാവരും. ചേച്ചി എനിക്ക് കണ്ണെഴുതി തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണ്ണെഴുതാനായിട്ട് അറിയില്ല, എനിക്ക് ആരെങ്കിലുമൊക്കെ എഴുതി തരണം, എന്തായാലും ഞാൻ എഴുതുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എഴുതാറില്ല, ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് എഴുതുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഞാനപ്പോൾ കണ്ണെഴുതിയത് ഇങ്ങനെ ഉണങ്ങാനായിട്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ്. ചേച്ചി തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ നിൽക്കണതിൻ്റെ ഇടയിലാണ് ചേട്ടൻ വീഡിയോ എടുക്കാൻ വന്നത്. ചേട്ടൻ ഫോണിലാണ് എപ്പോഴും സ്ഥിരം പരിപാടി. പിന്നെ അമ്മേനെ വിളിച്ചു നോക്കുകയാണ്. 2 വീട്ടിലേക്ക് എന്നും വിളിക്കും. പിന്നെ അമ്മ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകാനുള്ള വർത്താനം, എവിടേക്കാണ് വിശേഷങ്ങൾ, അതൊക്കെ പറയുകയാണ് ഞങ്ങൾ. ചേച്ചി പോണേറ്റ് മുന്നേ വയറൊക്കെ ഫുള്ളാക്കി ഒന്ന് സെറ്റപ്പാക്കി പോകാൻ വെച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവരെ വീട് പുതിയത് വാങ്ങിയിട്ട് 1 ഇയർ ആവണുള്ളൂ ഇവിടെ UK വാങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമായ കാരണം അന്ന് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായില്ല. അപ്പം അതിന് വീട്ടിലേക്കുള്ള ഒരു ചെറിയ പ്രസൻറ്റേഷനും, പിന്നെ അതുപോലെ തന്നെ ഉണ്ണികൾക്ക് അവിടെ 3 ഉണ്ണികളുണ്ട്. അപ്പോൾ അവർക്ക് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ പോവാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നത്തെയും പോലെ ഞങ്ങളുടെ ഊബറിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഊബർ വന്നു. ഊബർ എക്സലാണ്. അപ്പോൾ എപ്പോഴും എക്സലാകുമ്പോൾ എന്നെയും തെച്ചുവിനും ഇവരെപ്പോഴും പിന്നിലിരുത്തും. ഞാനും തെച്ചുവാണ് എപ്പോഴും ബാക്കിൽ കയറണം. ഒരു മവിശേട്ടൻ പിന്നെ എപ്പോഴും സ്ഥിരം ഫ്രണ്ടിലാണ്, വെള്ളി മൂങ്കിയാണ് മവിശേട്ടൻ ഞങ്ങളുടെ. അതുപോലെ തന്നെ തെച്ചു യോയോ കാണിക്കേണ്ടിയിരുന്നു. ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്ര ദൂരം ഉണ്ടെന്നാണ്. കാരണം ആദ്യമായിട്ടാണ് പോണത്. എഷ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല സ്ഥലമാണ്, നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ടൗൺ സെൻറ്റർ പോലത്തെ സ്ഥലം തന്നെയാണ്. അടുത്ത് തന്നെ ഷോപ്പുകൾ കുറേ ഉണ്ട്. അപ്പം ഞങ്ങൾ വീട് അങ്ങനെ കണ്ടുപിടിച്ച് വന്നു. അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ വീട് ഹൗസ് നമ്പറൊക്കെ നോക്കി കണ്ടുപിടിച്ച് വന്നു. അപ്പോഴേക്കും ഞങ്ങൾ പോകുമ്പോഴേക്കും റിജോയ്സ് ഏട്ടൻ വാതിലൊക്കെ തുറന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വായോ വായോ കയറി കയറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു. ചേച്ചി അതുപോലെ തന്നെ നിമി ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. വീട് സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസിനായിട്ട് അവർ ക്രിസ്മസ് ട്രീയും ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട്. ഉണ്ണികൾ ഇവർ മുന്നേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അവർ ദച്ചുവിനെ നോക്കുകയാണ്. ദച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ ചെറിയൊരു ഉണ്ണിയുണ്ട്, എവിലിൻ കുട്ടിയുണ്ട്, ഓസ്റ്റിൻ ഉണ്ട്, റയാൻ ഉണ്ട്. പിന്നെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് തന്ന് അത് കുടിച്ചു. പിന്നെ പ്ലം കേക്ക്, ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ മെയിൻ അതാണല്ലോ പ്ലം കേക്ക്. പ്ലം കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ചേച്ചി അത് തന്നു. അപ്പം അങ്ങനെ ഉണ്ണി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഉണ്ണീനെ നമ്മുടെ യച്ചൂട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ വേറൊരു സംഭവമാണല്ലോ വൈൻ ഞാനൊക്കെ ആദ്യം കഴിക്കണില്ല എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ്റെ നിന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ തരില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്തത് അവരുടെ ഫ്രണ്ട് വീട്ടിലിട്ട് ഇട്ട വൈനാണ്, ആൽക്കഹോളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അത് കഴിച്ച് പിന്നെ വീടിൻ്റെ പിന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സെറ്റപ്പാണ്. വീടിൻ്റെ ബാക്കൊക്കെ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് വർത്തമാനം പറയുക, ചായ കുടിക്കുക, അങ്ങനത്തെ ഇതൊക്കെ സ്പേസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് ചെറിയൊരു ബാർ സെറ്റപ്പ് ഉണ്ട്. നൈസായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ ഉള്ളൊരു വീട്ടിലേക്ക് പോണത്, ബാർ സെറ്റപ്പൊക്കെ ആയിട്ടുള്ള വീട്ടിലേക്ക് പോണത്. എനിക്ക് നല്ല ഇഷ്ടമായി. നൈസായിട്ടുണ്ട് സെറ്റപ്പ്. അപ്പം ഞാനും ചേച്ചിയൊക്കെ അത് കാണാനായിട്ട് വന്നതാണ്. ആൾക്കിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കാണാനായിട്ട്, വീടും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരാണ് അവിടെ ക്രിസ്മസ് അടികളിൽ അവർ ഡിഫറെൻറ്റ് ബ്രാൻഡുകളാണെന്ന് തോന്നുന്നുണ്ട് ഇത് അടിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ഉണ്ണിയെ അവിടെ നിന്ന് എത്തിച്ച് നോക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കളിയിലാണ് എല്ലാവരും. പിന്നെ അങ്ങനെ ഇരുന്ന് ഞാൻ ദച്ച ചേച്ചി എല്ലാവരും ഇരുന്ന് സംസാരത്തിലാണ്. അവരവിടുന്ന് അടി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ വന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലപ്പുണ്ട്, ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, മട്ടൻ, ചിക്കൻ, കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്, എല്ലാവിധ സംഭവങ്ങളും, ബീഫ് കൂർക്ക, അങ്ങനത്തെ സംഭവങ്ങൾ, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ചേച്ചി കഴിക്കി, ചേട്ടനും ചേച്ചി മാറി മാറി പറയുന്നുണ്ട് കഴിക്കി ഇനിയും കഴിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കേണ്ട അതിൻ്റെ ഇടയിൽ എല്ലാവരും ഭയങ്കര വർത്തമാനത്തിലാണ്. ക്രിസ്മസ് വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ വീട്ടിലേക്കും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് ദംഷ് കളിക്കുകയാണ്. ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ ആൾ പറഞ്ഞു പോവല്ലേ കുറച്ച് നേരം ദംഷ് ഒക്കെ കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും നമ്മുടെ സിനിമ പേര് പറഞ്ഞിട്ട് അഭിനയിക്കുന്ന സംഭവങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ ചേച്ചിയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സിനിമ പേര് ഏതായിരുന്നു? ഈ സിനിമ പേര് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കായിരുന്നു തോന്നുന്നുണ്ട്. ചേച്ചി അഭിനയിച്ച് നക്ഷത്രമുള്ള കാരണം അവൾ രക്ഷപ്പെട്ട് വേഗം തന്നെ അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പോൾ സിനിമ പേര് അഭിനയിക്കുകയാണ്. എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നോക്കിയിരിക്കുകയാണ്. കാരണം അവരങ്ങനെ അത് കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലാകുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ കളിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലി അതൊക്കെ ആയിട്ട്. റിജോയ്സ് ഏട്ടൻ ഇപ്പോൾ ഉള്ളടക്കം സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളടക്കം അഭിനയിച്ച് ലാസ്റ്റ് വെളുത്തുള്ളി വരെ എടുത്തു കൊണ്ടുവരേണ്ട അവസ്ഥയായി അടുക്കളയിൽ നിന്ന് ആള്. അങ്ങനെ നൈസായിരുന്നു. ഓസ്റ്റിൻ, റയാൻ, അതുപോലെ തന്നെ എവിലിൻകുട്ടി, റിച്ചു എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു.